എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഞാനല്ല, നിതിൻ ഭയ്യ. ഹലോ പോലും. ഓക്കെ, നിതിൻ ഭയ്യയുടെ ആ പെങ്ങളുടെ കല്യാണമാണ് കേട്ടോ, ഇന്നും നാളെയായിട്ട്. അപ്പോൾ ജസ്റ്റ് എന്നെ വിളിച്ചു, കല്യാണം കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, സമ്മതം, പൂർണ്ണ സമ്മതം. നമുക്കൊരു കല്യാണം കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമല്ലേ. ഒരു എന്താ പറയുക, ഇന്നും നാളെയായിട്ട്. ഇന്ന് ശരിക്കും ഇവിടെ ആജ് ക്യാ ഫംഗ്ഷൻ ഹേ ഭയ്യ? മെഹന്തിയേ? ഇന്ന് മെഹന്തിയാണ് കേട്ടോ, മെഹന്തി ഇടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഇവരുടെ ഗ്രാമം കാണാം. ഓക്കെ, ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഞാനിപ്പം വന്നേക്കുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മോശമായിരുന്നു. പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടോ ആ കാർമേഘം മൊത്തം മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്ത് ആ റോട്ടിൽ കൂടെയൊക്കെ വന്നു. ഇനിയിപ്പോൾ തിരിച്ച് വില്ലേജ് കാ നാം ക്യാ ഭയ്യ? മല്ല. ഓക്കെ, മല്ല എന്ന് പറയുന്ന വില്ലേജാണ്. പകലായിരുന്നു നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കാഴ്ച കിട്ടിയാൽ. അപ്ക വില്ലേജാണോ? ഓക്കെ. ഓ, എന്തായാലും നമുക്ക് കല്യാണപ്പുറയിലേക്ക് വിട്ടേക്കാവേ. കല്യാണത്തിൻ്റെ കാഴ്ചകൾ. രാത്രിയായി, അതാണ് കേട്ടോ ഇരുണ്ട് കിടക്കുന്നത്. സമയം വന്നിട്ട് 6 കഴിഞ്ഞു, 6:45. ഇതാണ് നമ്മുടെ കല്യാണ വീട് കേട്ടോ, നിതിൻ ഭയ്യയുടെ വീട്. ആ കളറാണല്ലോ. യെസ്. ഓക്കെ, അതെ. നമസ്തേ. വീഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതൊരു ഓക്കെ. നമസ്തേ മാം, അന്തർ മാം. ഓക്കെ, ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് കേട്ടോ. മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓക്കെ, നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ മെഹന്തി ഇടുന്ന ഒരു ചടങ്ങ്. സൂപ്പർ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരാണ്. പൂരാ മെഹന്തിയെ ആപ്കാ ഹൻമേ. ഓക്കെ, അപ്പോൾ നാം കേ? കിരൺ. ഓക്കെ, കിരൺ. ഓക്കെ, അച്ഛാ. ഓക്കെ, നൈസ് ഡിസൈൻ. ഓക്കെ, ആയുധം വെച്ചുള്ള കളിയാണ്, അത് നമ്മൾ ഡിസിപ്പാക്കുന്നില്ല. ഓക്കെ, നമസ്തേ. ഇതാണ് കേട്ടോ വീടും കാര്യങ്ങളൊക്കെ. ഇവരുടെ ഭയങ്കര വലിയ ഓക്കെ, കുറേ പോർഷനായിട്ടാണ് കേട്ടോ വീടിൻ്റെ ഭാഗങ്ങളുള്ള. ഇവിടെയല്ല. ഓക്കെ, ഓ കുക്കിംഗ് करता है. ഓക്കെ, ഓക്കെ. ഇതാണ് ഓ. ഓക്കെ. ഇവിടെ കല്യാണം പന്തലൊക്കെ ഇതിങ്ങനെയാണ് കേട്ടോ. കുറേ പിള്ളേർ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഇവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്. ഹായ്, ഹലോ ഹായ് ബോലോ. ഗോപ്രായ. ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്. വീടിൻ്റെ മേലഭാഗത്താണ് കേട്ടോ ഇതൊരു പന്തലായിട്ട് എടുത്തേക്കുന്നത്. എന്തായാലും കൊള്ളാം. നമുക്ക് അവിടെയാണല്ലോ. പിന്നെ കുക്കിംഗ് നടക്കുന്നുണ്ട്. കുക്കിംഗ് ജസ്റ്റ് നമുക്ക് കുക്കിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെയാണ്. നമസ്തേ. ഇവിടെ അമ്മൂമ്മമാരൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ മുഖം ഇങ്ങനെ മൂടിക്കെട്ടിയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ആ ഒരു പൂർവ്വ ശക്തിയോടെ പോകാൻ പറ്റുന്നില്ല. ഇവിടെ കുക്കിംഗ് ആണ്. നമസ്തേ. ഓക്കെ, കുക്കിംഗ് है क्या? ओके, वो कौन सा डिश है? वो 12. ഓക്കെ, എന്തോ ചായക്ക് കടിയാക്കുന്ന ടൈപ്പ് സാധനമാണ് കേട്ടോ. എന്തായാലും ഇവിടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ മറ്റേ പുട്ടിയ എന്ന് പറയുന്നത്, പുട്ടിയ ഡോഗ്. ആ ഒരു ഡോഗിനെ കാണിക്കണമെന്ന് പറഞ്ഞില്ല. ഇതാണ് കേട്ടോ പട്ടി. ചെറിയ എന്തോ ഒരു റോസ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ നമുക്കത് കാണാനുള്ള ഭാഗ്യം കിട്ടി.
ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ പിൻഭാഗം മുൻഭാഗം. നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ കയറി വന്നു കേട്ടോ. का नाम क्या है? चीकू. चिक्कू नाम है पट्टिയുടെ പേര് ചിക്കു. ഇവിടെ രംഗം കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വാദ്യോപകരണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് നമുക്കിപ്പോൾ അത് കേൾക്കാവേ. भैया आपका नाम बोलो. दीपक सिंह बिरजवाल. ओके നമ്മുടെ നിതിൻ ഭയ്യയുടെ ബ്രദർ ആണ്. ഓക്കെ ഇവിടെ നിതിൻ ഭയ്യയുടെ അച്ഛൻ ഇതാ വാദ്യക്കാരൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഭയ്യ നാം ക്യാ ഹൈ? ദമാവ്. दमाव दमाव यार. अरे दमाव. हाँ ये ढोल ढोल नंगरा. ढोल नंगरा. ढोल नंगरा. हाँ ढोल नंगरा. वो भी नंगरा. ढोल वो भी नंगरा. नंगरा है. ओके ये भी दमाव है. नंगरा. ഓക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ നങ്കര ढोल.
ഇവിടെയുള്ള കല്യാണ പെണ്ണ് ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടി, അങ്ങനെ ഒരു ചടങ്ങെല്ലാം ഉണ്ട്. അതിനുശേഷം ഇവരെല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കുകയാണ്. എന്തായാലും ഒരുപാട് എൻജോയ്മെൻറ്റുകൾ, ഒരുപാടുള്ള ടൈപ്പ് ആഘോഷങ്ങളാണ് ഇവിടെ. നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല കേട്ടോ. അടുത്ത ഇടുന്നിട്ടുള്ള പെണ്ണിൻ്റെ കൂട്ടുകാരികളുടെയും ബന്ധുക്കളുടെയൊക്കെ ഡാൻസാണ്. ഇത് മുഴുവനായിട്ട് എനിക്ക് ഇടാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും. അതുകൊണ്ട് ഇവരെല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടാട്ടോ. ശരിക്കുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഒപ്പന പരിപാടികളും കാര്യങ്ങൾക്കില്ല, അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ഇവരുടെ ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രണ്ട്സ്, കാറ്റും മഴയും കനത്തു ഡാൻസ് പരിപാടിയൊക്കെ കുറച്ച് ഉണ്ടല്ലോ. ഇപ്പം ഏറ്റവും കൂടുതൽ പണി എനിക്കാണ് കിട്ടിയേക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഇറക്കിക്കൊണ്ട് വന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രഭാകരനെ കൊണ്ട് വന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രയ്ക്ക് മോശം റോഡാണ്. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ കയറി പോകുന്നുള്ളതാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ഭക്ഷണം വന്ന് ചോറും ദാലുകറിയും പിന്നെ എന്തോ ഒരു തോരനുണ്ട്, പിന്നെ സബ്ജിയാണ് കേട്ടോ. മഴ പെയ്ത് മുഴുവൻ നനഞ്ഞിട്ടാണുള്ളത്. ഫുള്ള് വെള്ളമായി, നല്ല കാറ്റും മഴയായിരുന്നു. അതുകൊണ്ട് ഇരിക്കാനൊന്നും സ്ഥലമില്ല, നിന്ന് കഴിക്കുവാണ് കേട്ടോ. ഗുഡ് നൈറ്റ്, ജയകാമേ. ഫ്രണ്ട്സ്, അപ്പോൾ ഭയങ്കര മോശം റോഡാണ് കേട്ടോ. ഇതാണ് ഓഫ് റോഡ്. ചെളി, മഴ പെയ്ത് മൊത്തം ചെളിയായിട്ടുള്ള. ഇനി എന്നെ അങ്ങ് എത്തിക്കേണ്ട ചുമതല പ്രഭാകരൻ്റെയാണ് കേട്ടോ. ഓ മൈ ഗോഡ്. ഫ്രണ്ട്സ്, അങ്ങനെ ഒരുവിധം ഞാൻ മഴയായിരുന്നു, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, ഒരുവിധം ഓടിച്ച് ഇങ്ങെത്തി. അപ്പം ഇന്നത്തെ നമ്മുടെ കല്യാണത്തിൻ്റെ കാഴ്ചകൾ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇന്ന് മെഹന്തിയും കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളാണ്. ഇവരുടെ കല്യാണങ്ങളെല്ലാം രാത്രിയിലാണ് കേട്ടോ പ്രോഗ്രാം. ഇനിയിപ്പം നാളെ രാത്രിയാണ് ഇവരുടെ കല്യാണ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിതിൻ ബ്രോ. അപ്പം വിശദമായ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇപ്പോൾ ഒന്ന് പറഞ്ഞേക്കാൻ സമയമില്ല, എൻ്റെ പാറ്റെല്ലാം നനഞ്ഞിട്ടുള്ളത്, തണുത്തിട്ട് പോയാൽ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ ആണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.